ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പോത്തുണ്ടിയിൽ തന്നെ ഇയാൾ ഉണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. പ്രദേശം പോലീസ് വളഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് ഒരു വാലിഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് എന്നാണ് മനസ്സിലാകുന്നത്. തെരച്ചിലിന് നാടൊന്നായി കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഷംന അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ഷംന, ഇയാൾ അവിടെ ഉണ്ട് എന്നത് പോലീസ് സ്ഥിരീകരിച്ചോ? അങ്ങനെ എന്തെങ്കിലും സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? ചെന്താമര അവിടെ ഉണ്ടെന്ന്? തീർച്ചയായും രേണുക, പോത്തുണ്ടിയിൽ തന്നെയാണ് ഈ ചെന്താമരയുള്ളത് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് ഒടുവിൽ പോലീസ് എത്തുന്നു. പോത്തുണ്ടിയിൽ വെച്ച് ഈ മാട്ടായി വനമേഖലയിൽ വെച്ചാണ് ഇയാളെ കാണുന്നത്. ഈ വനമേഖലയിലോട്ട് ഇപ്പോൾ ഓടിക്കയറിയിട്ടുണ്ട്. ഈ കുട്ടികളാണ്, ഈ മാട്ടായി പ്രദേശത്ത് ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ് ആദ്യഘട്ടത്തിൽ ചെന്താമരയെ കണ്ടത്. ഈ അപ്രതീക്ഷിതമായി തന്നെ ഈ കുട്ടികൾക്ക് മുമ്പിലോട്ട് ചാടി വീഴുകയായിരുന്നു. ഈ അനക്കം കേട്ട ഉടൻ തന്നെ ഈ കുട്ടികൾ അത് ശ്രദ്ധിച്ചു. പക്ഷെ ഇയാൾ ഓടിപ്പോയി. കുട്ടികളെ കണ്ടതും ഇയാൾ ഓടിപ്പോയി. പക്ഷേ കുട്ടികളുടെ കൃത്യമായ ഒരു ഇടപെടൽ പെട്ടെന്ന് തന്നെ സമീപവാസികളെയും വീട്ടുകാരെയും അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ പോലീസ് അടക്കമുള്ളവർ അവിടെ എത്തി വ്യാപകമായ തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ചെന്താമര തന്നെയാണ് എന്ന കാര്യത്തിൽ പോലീസ് സ്ഥിരീകരണം നൽകുന്നുണ്ട്. ഇപ്പോൾ ചെന്താമരയെ തന്നെയാണ്. ഇത് വനമേഖല തന്നെയാണോ ഷംന? അതെ രേണുക, ഈ പോത്തുണ്ടി മാട്ടായി വനമേഖലയാണ് ഇത്. ആദ്യഘട്ടം മുതൽ തന്നെ വനമേഖലയിലോ അല്ലെങ്കിൽ മലയോര മേഖലയിലോ ആയിരിക്കാം ഈ പ്രതി ഉണ്ടാവുക എന്ന തരത്തിൽ തന്നെയാണ് ആദ്യഘട്ടം മുതൽ വാർത്തകൾ വന്നിരുന്നത്. പക്ഷെ ഒരു ഘട്ടത്തിൽ അത് പാലക്കാട് നഗരത്തിലേക്ക് അല്ലെങ്കിൽ അതിർത്തി കടന്നൊക്കെ ഇയാൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അത്തരത്തിൽ പോയി എന്ന തരത്തിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അതൊന്നുമല്ല, ഈ പോത്തുണ്ടിയിൽ തന്നെയാണ് ഇയാൾ ഉള്ളത് എന്ന കാര്യത്തിലേക്ക് ഒരു സ്ഥിരീകരണത്തിലോട്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. എന്തായാലും ഈ വനമേഖല ഇപ്പോൾ ഏറെ ഇരുട്ടായത് കൊണ്ട് തന്നെ അധിക ദൂരം ഇയാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ലെന്നാണ് ഇപ്പോൾ പോലീസും നാട്ടുകാരും അടക്കം പറയുന്നത്. കാരണം ഒരു വെളിച്ചമോ മറ്റു സൗകര്യങ്ങളോ ഒന്നുമില്ല. തീർത്തും വനമേഖല തന്നെയാണ്. ഇയാളുടെ ആരോഗ്യസ്ഥിതി അതൊക്കെ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഈ രാത്രിയിൽ അയാൾക്ക് ഏറെ ദൂരം ഓടി രക്ഷപ്പെടാൻ ഇനി സാധ്യമല്ല. ഇനി വനമേഖലയിൽ ഒളിച്ചിരിക്കുക, അതാണ് ഇനിയുള്ള ഒരു സാധ്യത. എന്നാൽ ഈ നാട്ടുകാരുടെ അടക്കം നേതൃത്വത്തിലാണ് ഇപ്പോൾ സമീപത്ത് പരിശോധന നടക്കുന്നത്. പല ഘട്ടങ്ങളായി നാട്ടുകാരും പോലീസും പല സംഘങ്ങളായി തിരിഞ്ഞ് ഈ മാട്ടായി വനമേഖല ആകെ ചുറ്റി മൊത്തത്തിൽ പരിശോധന നടക്കുകയാണ്. ഇനി അധിക ദൂരമില്ല പ്രതിയിലേക്ക്. ഉടൻ തന്നെ പ്രതിയെ പിടികൂടാനാകുമെന്ന വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉൾപ്പെടെ നൽകുന്നതും. എന്തായാലും നിർണായകമായത് ഈ കുട്ടികളുടെ ഇടപെടൽ തന്നെയാണ്. കാരണം ഒരാൾ കുട്ടികൾക്ക് ആദ്യഘട്ടത്തിൽ ഇയാൾ ചെന്താമരയാണെന്ന് സ്ഥിരീകരിക്കാനോ തീർച്ചയായും എന്തായാലും വലിയ ജാഗ്രത ആ നാട് കാണിച്ചിരുന്നു. ഈ പ്രദേശവാസികൾ എത്ര മുൻപ് തന്നെ അപകടം മുൻകൂട്ടി അറിഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ പോലീസ് മൗനത്തിലായിരുന്നു. യാതൊരു ഇടപെടലും ഉണ്ടായില്ല. എന്തായാലും ഇപ്പോൾ നാടടച്ച് പരിശോധനകൾ നടത്തി തെരച്ചിൽ നടത്തുമ്പോൾ പോലീസിന് മൂക്കിന് തുമ്പിൽ തന്നെ ഒളിച്ചിരിക്കുന്നു പ്രതി എന്ന വിവരമാണ് വരുന്നത്. ചെന്താമര പോത്തുണ്ടിയിൽ തന്നെയുണ്ട്. അവിടെ വ്യാപക തെരച്ചിൽ നടക്കുകയാണ്. ഉടൻ തന്നെ പിടികൂടാനാകുമെന്ന ഒരു പ്രതീക്ഷയാണ് അവിടെ നിന്ന് വരുന്നത്. ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. എന്തെങ്കിലും കൂടുതൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഞാൻ ഷംനയിലേക്ക് തിരിച്ചെത്താം. നമ്മൾ അതിഥികളിലേക്ക് പോവുകയാണ്.